തൊട്ട് വൈകുന്നേരം ഒരു കുഞ്ഞ് ഷോർട്ട്സൊക്കെ ഉള്ളൂ. സോ ഇപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് ഉച്ചയ്ക്കാണ് വന്നത്. അതായത് എനിക്കിപ്പോൾ എക്സാം നടക്കുമല്ലോ. സോ ഉച്ചയ്ക്ക് വിടും. ഇപ്പം സമയം 12:45 ആയിട്ടുണ്ട്. സോ എനിക്ക് ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വരും. പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സോ അതായത് വേറെ നല്ലൊരു ക്രീമും ഒരു ലിബം മാത്രമേ ഉള്ളൂ ഗൈസ്. നേരത്തെ ഞാൻ എന്തൊക്കെയോ വരുത്തേക്കുമായിരുന്നു, പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. അങ്ങനെ സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സ്ലോമായില്ലേ, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി മാറിയിരിക്കുകയാണ് ഗൈസ്. കോൾഡാണ്. സൗണ്ട് ഉണ്ടോയെന്നുമില്ല, എനിക്കറിയത്തില്ല. പിന്നെ മുടി ഉണക്കാൻ വേണ്ടി ചുമ്മാ വെച്ചിട്ട് ആദ്യം ഞാൻ ഡ്രയർ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. മുറ്റത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. സോ ഞാൻ അവരുടെ കൂടെ വർത്തമാനം പറയാൻ വേണ്ടി റോട്ടിൽ കൂടെ നടക്കാൻ പോയി. അന്നേരത്തേനും അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അപ്പം പിന്നെ വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഉണക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണക്കിയില്ല. അയ്യോ, എൻ്റെ സൗണ്ട് എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല. അത് ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ബേക്കറി കഴിക്കാൻ ഇന്ന് കൂടുതൽ താല്പര്യം കിട്ടും. ഇവിടെ ഇങ്ങനെ ബാക്കി കൂടെ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു, എന്തോ പോലെയുണ്ട് കേട്ടോ. എനിക്ക് തന്നെ കേൾക്കുമ്പോൾ ആരോഗ്യമായി തോന്നുന്നു. അപ്പോൾ ഇനി നാളെ ഇപ്പോൾ എക്സാം മാത്സാണ്. ഇപ്പോൾ ഞാൻ മാത്സ് പഠിക്കാൻ പോകണം. മാത്സ് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സോ ഞാൻ പഠിക്കാൻ പോകണം. പിന്നെ അങ്ങനെ പഠിക്കായിരുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇവിടുന്ന് ഗേറ്റിൻ്റെ ഇവിടുന്ന് താഴ്ന്ന് നോക്കിയാൽ സ്കൈ ഡൈനിങ് ഇവിടെ ശംഖുപൊടി തോക്കോറ അവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് കാണാം. അതങ്ങനെ പൊക്കിയപ്പോൾ ഞാൻ അവിടുത്തെ കൂടി പോയി നോക്കാൻ പോരാണ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കം തൂങ്ങിയിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് പിന്നെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ കൈ ഫുൾ ഇങ്കായതൊക്കെ ഞാൻ ചുമ്മാ കാണിച്ചു തന്നിരിക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.